അല്ലാതെ വേറെ ഒരു സമുദായമല്ല. എന്നോടൊന്നും എൻ്റെ വീട്ടിലും ആരും ഒരു വേദപാഠത്തിനും അച്ഛനെ കുറ്റം പറഞ്ഞാൽ ഉടനെ സ്വർഗത്തിൽ പോകുകയില്ല, നരകത്തിൽ പോകും, പ്രാക്ക് കിട്ടുന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. സിസ്റ്റർ ജോസ്മിയെ പഠിപ്പിച്ച അച്ഛന്മാർ വല്ലതും പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഈ റോബിൻ അച്ഛനെ പറ്റി ഒരു കാര്യം പറയാം വേണു. അങ്ങനെ താമരശ്ശേരി രൂപതയ്ക്കോ കണ്ണൂർ രൂപതയ്ക്കോ തലശ്ശേരി രൂപതയ്ക്കോ ഉത്തരവാദിത്വമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാനാണ്. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് വേണു ഓർത്തോണം, വേണു ഓർമ്മ കാണണമല്ലോ. 10 വർഷത്തിന് മുമ്പ് ഇന്ത്യ വിഷൻ ചാനലിൽ വെച്ച് ഞാൻ പരസ്യമായി പറഞ്ഞതാണ് ഈ അച്ഛനെ പറ്റി. എന്താ സംഭവം? ഈ അച്ഛൻ, ആ ചരിത്രം വലിയ രസമാണ് വേണു, ജനം അറിയട്ടെ. ഈ ഇയാളെ അച്ഛൻ എന്ന് വിളിക്കുന്നത് നീ റാസ്കൽ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുക, ഒരു സഭയെ നശിപ്പിച്ച റാസ്കൽ. ഇത് ഞാൻ ദീപികയുടെ മാനേജിങ് ഡയറക്ടറായിട്ട് വന്നു. ദീപിക ആരെയാ? CMI സഭ നടത്തിയ ദീപിക പത്രം 22,000-ഓളം കത്തോലിക്കൻ്റെ പത്രമാണ്. ആ പത്രത്തിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് അച്ഛൻ വന്നു. അപ്പം ഞാനോർത്ത് എന്തിടപാട്. അതിൻ്റെ ചെയർമാനായിട്ടൊരു പിതാവ്, ആ പിതാവിൻ്റെ വൈസ് ചെയർമാനായിട്ട് ഫാരിസ് അബൂബക്കർ. എടാ ഇതെന്തിടപാടാ? കത്തോലിക്കൻ്റെ സ്ഥാപനത്തിൻ്റെ CMI അച്ഛന്മാർ നടത്തിക്കൊണ്ട സ്ഥാപനത്തിൻ്റെ തലവനായിട്ടൊരു ഫാരിസ് അബൂബക്കർ. ഇതെങ്ങനെ വരും? ഞാൻ ഒരു ദിവസം രാവിലെ 6 മണിക്ക് MD ആയി ഈ അച്ഛനെ വിളിച്ചു. ഇത് വളരെ പരസ്യമായ ചാനലിലെല്ലാം വന്ന ചരിത്ര. ഞാൻ ഫോണിൽ വിളിച്ച് 6 മണി ആയില്ല, ഫോൺ എടുത്ത ഒരു സ്ത്രീയാണ്. ഞാൻ ചോദിച്ചു അച്ഛനുണ്ടോ അവിടെ? അച്ഛനുണ്ട്. നീ ഏതാന്ന് ഞാൻ ചോദിച്ചപ്പോൾ തൃശ്ശൂർകാരിയാണ്. ഇനി 6 മണിക്കാണോ അച്ഛൻ്റെ മുറി കച്ചവടം എന്ന് ഞാൻ ചോദിച്ചു. നിനക്കെന്താ അവിടെ കാര്യം? അച്ഛൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അച്ഛനെ കൊടുത്തതാണ് അവിടെ പ്രൈവറ്റ് സെക്രട്ടറി കളിക്കുക രാവിലെ 5:30 മണിക്കും 6 മണിക്കും. അവിടെ കെട്ടിയവൻ എവിടെയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ദുബായിലാണ്. കെട്ടിയവൻ ദുബായ് വിട്ട് ചെയ്താ പണി നിൻ്റെ ഇല്ലേ? കൊള്ളാവിലോടി പെറുത്തുകെട്ട സ്ത്രീ, നീയൊക്കെയാണ് ഈ അച്ഛന്മാരെ പിഴപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. 4 വർത്താനം ഞാൻ പറഞ്ഞു. എന്നിട്ട് അന്ന് വൈകുന്നേരം നികേഷ് ഇന്ത്യ വിഷനിൽ ഈ ദീപികയുടെ ചരിത്രം പറയാനായിട്ട് ഇൻ്റർവ്യൂ വെച്ചു. ആ ഇൻ്റർവ്യൂവിന് ഞാൻ ചെന്നപ്പം ഇൻ്റർവ്യൂവിൽ നികേഷ് എന്നോട് ചോദിച്ചു എന്താണ് ഈ ദീപികയുടെ ചരിത്രം. അപ്പം ഞാൻ വളരെ സ്ട്രോങ് ആയി ദീപിക എന്ന് പറയുന്ന സ്ഥാപനം കൊണ്ടുപോയി ഈ ഫാരിസ് അബൂബക്കറിന് വിറ്റ ജനപണിയെ തെറ്റാണെന്നും അതിൽ ആരൊക്കെ ഉത്തരവാദിത്വമുണ്ടോ എല്ലാവരും പേര് ഇപ്പം ഇനി അത് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് പറയാത്തത്. ആരാണേലും ഈ സഭയോട് ചെയ്ത മര്യാദകളാണെന്ന് ഞാൻ പറഞ്ഞു. ഉടനെ അതിന് മറുപടി പറയാൻ നികേഷ് ഈ റൂബൻ എന്ന് പറഞ്ഞ ഇയാളെയാണ് വിളിച്ചത്. ഇത് ഞാൻ ചാനലിൽ വന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു ബനിയനായിട്ട് ചെക്ക് ആയിട്ടുള്ള ഒരു ബനിയനൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ നികേഷെ നിർത്താൻ പറഞ്ഞു. ഇയാളോട് വർത്തമാനം പറയാൻ എന്നെക്കൊണ്ട് പറ്റിയരാ. ഇവനെവിടുത്തെ വൈദികനാണെന്ന് ചോദിച്ചു. വൈദികനാണ് ലോകം വേണ്ടേ, വൃത്തികെട്ടവൻ. ഇവൻ ഇന്ന് രാവിലെ 6 മണിക്ക് നമ്മൾ ചോദിച്ചു പെണ്ണിൻ്റെ കൂട്ടത്തിലായിരുന്നല്ലോ. ഇവനാണ് വൈദികനായിട്ട്. ഇവൻ്റെ വൈദികനായിട്ട് കൂടെ എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഇയാൾ കസേരയിൽ നിന്ന് ഇറങ്ങി ഓടി. അതും ജനം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നികേഷ് പറഞ്ഞു PC ജോർജ് അത് പറഞ്ഞുകൊടുക്കി റൂബിൻ അച്ഛൻ രക്ഷപ്പെട്ടു. ഞാൻ റൂബിൻ അച്ഛൻ വേണ്ട, റൂബിൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ പറയുന്നതാണ്, ഇവനെപ്പോലുള്ള റാസ്കൽസും ഈ വൈദികരായിട്ടൊക്കെ അകത്ത് കടന്നു കൂടിയിട്ടുണ്ട്, കുറച്ചുണ്ട്. ആയിരക്കണക്കിന് മാന്യന്മാർ വൈദികർ ഉപവാസവും പ്രാർത്ഥനയും ഉപദേശവും ധ്യാനമായിട്ട് കിടക്കുന്ന എത്രയോ വൈദികർ, അവർക്കൊക്കെ അപമാനം വരുത്തി. അങ്ങ് ഈ മോശം വാക്കുകളിൽ പറഞ്ഞ ഈ വ്യക്തി എങ്ങനെയാണ് ഫാരിസ് അബൂബക്കർ ബന്ധത്തിലേക്ക് മാത്രം ചുരുക്കരുത്, കല്ലറയ്ക്കൽ പിതാവിന്റെ ഇഷ്ടക്കാരനാകുന്നത് എങ്ങനെയാണ്? ഫാരിസുമായി ബന്ധം വരുമ്പോൾ മാത്രമല്ലല്ലോ വിമർശിക്കേണ്ടത്. കല്ലറയ്ക്കലല്ല ഞാൻ പറയാൻ വേണു തെറ്റ് പറയരുത്. അറയ്ക്ക പിതാവിൻ്റെ എന്ന് പറയാം. കാഞ്ഞിരപ്പള്ളി പിതാവാണ് ചെയർമാൻ, ഫാരിസ് അബൂബക്കർ വൈസ് ചെയർമാൻ, അങ്ങനെ ഒരാളായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ തലശ്ശേരി രൂപതയിൽ നിന്ന് ഇങ്ങോട്ട് ഡെപ്യൂട്ടേഷൻ വന്നതാണ്. ഞാൻ അന്ന് പറഞ്ഞു ഇവൻ ഗുണമില്ലാത്തവനാണ്, ഇവനെ ഇറക്കി പറഞ്ഞു വൈദികനല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇച്ചൂടെ കടത്തി ഒന്നുകൂടെ പറയാം, വേണു പഠിച്ചോ. ഇത് ഞാൻ ഈ ഒരു പെണ്ണിനെ മാത്രം ഗർഭിണിയാക്കിയതല്ല, വേറെ ഉണ്ട് ഇഷ്യൂ, പരിശോധിക്കണം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പലരെയും ദുബായിക്കും മസ്കറ്റിനും അയക്കാമെന്നും പറഞ്ഞ് ഈകൾ ചുവന്നുകൊണ്ട് പോയിട്ടുണ്ട്. അവരൊക്കെ ദുബായിലും മസ്കറ്റിലും എത്തിയോ എന്ന് പോലീസ് അന്വേഷിക്കണം. അതോ വല്ല പെൺപാണി കേന്ദ്രത്തിലാണോ പെണ്ണുങ്ങളെന്ന് കൂടെ അന്വേഷിക്കണം. അത്രമാത്രം വൃത്തികെട്ട സ്വഭാവത്തിൻ്റെ ഉടമയായി. എല്ലാ ചരിത്രവും എനിക്കറിയാം. കത്തോലിക്ക സഭ അതുകൊണ്ട് വേണു കുറ്റപ്പെടുത്തണ്ട. സഭയിൽ ചില മെത്രാന്മാരും അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടാവും. ശ്രീ PC ജോർജ്, മാർ മാത്യു അറയ്ക്കലാണ് അന്ന് റോബിനെ ഇത്രയും ഉയർന്ന പദവിയിൽ ഇരുത്തിയതിലെ പ്രധാനി. PC ജോർജിന് അറിയുന്നൊരു കാര്യം PC ജോർജ് പോലീസിനോട് പറയുന്നില്ല. മാർ മാത്യു അറയ്ക്കലിന് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടോ അറിയില്ലയോ എന്നറിയില്ല. പക്ഷേ ഈ കുഴപ്പക്കാരനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്.
അപ്പോ ഈ കുഴപ്പങ്ങളെല്ലാം വരുത്തുവാൻ സഹായകരമായ നില വിശ്വാസിയായ അങ്ങയുടെ ഈ കാര്യത്തിലുള്ള ജാഗ്രത കുറവും സഹായകരമായിട്ടുണ്ട്. മാർ മാത്യു അറയ്ക്കലിൻ്റെ അറിവില്ലായ്മ എന്ന് നമ്മളിപ്പോൾ പ്രത്യേകം ഒരു ആനുകൂല്യം കൊടുക്കുകയാണ്, അതും സഹായകമായിട്ടുണ്ട്. അപ്പോ സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും നിങ്ങൾ മാത്രമാകുകയാണോ? വേണു വൃത്തികേട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്കെന്നെ പട്ടിന് സൂക്കാടുണ്ടോ ഇയാളെ രക്ഷിക്കാൻ? ഞാൻ ഇവനെ 10 കൊല്ലത്തിന് ശേഷം കേട്ടിട്ടില്ല. ഇയാൾ ഇവിടെ നിന്ന് പോയി എന്നാണ് ഞാൻ ഇച്ചോടെ കടത്തി പറയാം. ഇത് ഞാൻ ദീപിക പിന്നെ അവസാനം ഞാനിങ്ങനെ സ്ട്രോങ് നിലപാട് സ്വീകരിച്ചപ്പോൾ സഭ ഇടപെടുകയും കർദിനാൾ ഇടപെടുകയും മെത്രാന്മാർ ഇടപെടുകയും ചെയ്ത് ആ ദ്വീപ് ഫാരിസ് അബൂബക്കറും തിരിച്ചു വാങ്ങി. ഇപ്പോൾ സഭ നമ്മുടെ മാണിയച്ചൻ അതിന് ചെയർമാനായിട്ട് ദീപിക തിരിച്ചു കിട്ടി. പക്ഷേ ദീപികയുടെ പ്രമുഖമായ 3 സ്ഥലങ്ങളും ഫാരിസ് അബൂബക്കർ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഇതിൻ്റെ പേരിൽ ഞാൻ അറയ്ക്കപിതാവുമായിട്ട് പടക്കത്തിലായി. അറയ്ക്കപിതാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരായിട്ട് സ്ഥാനാർത്ഥി ഉണ്ടാക്കിക്കൊണ്ട് നടക്കല്ലായിരുന്നു. ഞാനതൊന്നും കാണുന്നില്ല, ഞാൻ കാണഞ്ഞിട്ടില്ല. ഇയാളെ പിന്നെ കണ്ടിട്ടില്ല. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഇയാളെ കാഞ്ഞിരപ്പള്ളി എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിക്കുന്ന ഒരു അച്ഛൻ റൂബിൻ അച്ഛൻ എന്ന് പറഞ്ഞു. ഇയാളാണെന്ന് വിളിച്ച് ഞാൻ അവിടെ ചാനലുകൾ പ്രാദേശിക പത്രം വന്നപ്പോൾ ഈ ഖത്തറാൻ ഇയാളെ മര്യാദ പഠിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ അന്വേഷിച്ച് ഇയാൾ അവിടെ ഇല്ല, ഇയാൾ അമേരിക്കയിലെങ്ങാണ്ട് പോയെന്ന് ഞാൻ അന്വേഷിച്ച് അറിഞ്ഞത്. അപ്പോൾ ഞാൻ ആ റൂബിൻ അച്ഛനെ വിളിച്ച് ക്ഷമ പറഞ്ഞു. പിന്നെ അറിയുന്നത് ഇപ്പോഴാണ്, ഞാൻ ഈ പത്രത്തിൽ കണ്ടപ്പോഴാണ് ഈ കള്ളനാണല്ലോ ദൈവമേ ഞാൻ അന്ന് പറഞ്ഞ അച്ഛൻ. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ ജോമോൻ പുത്തമ്പരക്കൽ ഇവിടെ നല്ല പ്രാർത്ഥന. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ ജോമോൻ പുത്തമ്പരക്കൽ, ഇവിടെ സഭ പറയുകയാണ് ഇദ്ദേഹം കുറ്റം ചെയ്തിരിക്കുന്നതിന്റെ കാര്യം ഞങ്ങൾക്കറിയുമായിരുന്നില്ല, അറിഞ്ഞ പാടെ ഞങ്ങൾക്കെടുക്കാൻ കഴിയുന്ന നടപടികൾ ഞങ്ങൾ എടുത്തു, ഇനിയിപ്പോൾ നിയമപരമായ നടപടികളിലേക്ക് പോകട്ടെ എന്ന്. ഇത്ര നിഷ്കളങ്കമായൊരു നിലപാടാണോ സഭയിലെ പ്രമുഖർ കുറ്റവാളികളാകുന്ന കേസിൽ സഭ കൈക്കൊണ്ടുവരുന്നത്? അങ്ങ് അഭയ കേസിൻ്റെ പോരാളിയായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഏറ്റവും പ്രമാദമായൊരു കേസാണല്ലോ അത്. അതിൽ അങ്ങയുടെ അനുഭവം എന്താണ്? വേണു ഇപ്പം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഈ 25 വർഷം മുമ്പാണ് ഈ അഭയ കേസിൻ്റെ കാര്യം പറഞ്ഞത്. അന്ന് അഭയ കേസിലെടുത്ത നിലപാട് സഭ, കേരളത്തിലെ കത്തോലിക്ക സഭ, അല്ലെ പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടുന്ന ജ്ഞാനായ സഭ, ഈ കുറ്റം ചെയ്ത പ്രതികൾക്കെതിരെ 2 വൈദികരും കന്യാസ്ത്രീ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കർക്കശമായ നടപടി എടുത്തിരുന്നെങ്കിൽ ഇതുപോലെയുള്ള വൈദികർ പല കേസിലും കുറ്റകൃത്യത്തിൽ പെടില്ലായിരുന്നു. ഈ സഭയ്ക്ക് ഇതുപോലെ നാണക്കേടുണ്ടാകില്ലായിരുന്നു. അപ്പം സഭ ഇതൊന്നും അറിഞ്ഞില്ല, വൈദികനാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ആ സഭയുടെ പിന്തുണ എന്ത് കുറ്റകൃത്യം ചെയ്താലും ചില വൈദികർക്ക് സഭയുടെ പിന്തുണയുണ്ടെന്നുള്ള ഒരു തെറ്റായ സന്ദേശം അഭയക്കേസ് ഉൾപ്പെടെയുള്ള പല കേസുകളിൽ കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള കുറ്റകൃത്യം ആവർത്തിച്ച് വരുന്നത്. ഇതിൽ വേണു എന്നോട് ചോദിച്ചല്ലോ അഭയക്കേസിലെ അനുഭവം എന്നാണ്. ഇപ്പം ഞാൻ പറയുന്നു, ഇപ്പോൾ റോബിൻ അച്ഛൻ വൈദികനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിക്രമവുമായി ബന്ധപ്പെട്ട് സഭയുടെ നിലപാടും അഭയക്കേസിലെ നിലപാടും തമ്മിൽ താരതമ്യപ്പെടുത്താം. അനുഭവം ഞാൻ പറയാം. അഭയക്കേസിൽ 9 വർഷങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്തപ്പോൾ 2 വൈദികരും ലോഹയിട്ട് കുരിശ് മുത്തിയാണ് പോലീസ് ജീപ്പിലോട്ട് കയറുന്നത്. സിസ്റ്റർ സെഫി എന്ന് പറയുന്ന കന്യാസ്ത്രീയും എന്താ പറയുക കത്തോലിക്കരെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് കത്തോലിക്കരെ പിന്തുണ കിട്ടുന്ന തെറ്റായ ധാരണയിൽ പോലീസ് ജീപ്പിലോട്ട് കയറുന്നത് കുരിശിനെ മുത്തിക്കൊണ്ടാണ്. ഈ കഴുത്തിൽ പുറത്തിട്ട ലോഹയിൽ പുറത്ത് കിടക്കുന്ന കുരിശിനെ മുത്തിക്കൊണ്ടാണ്. അപ്പം കത്തോലിക്ക സഭ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ അഭയക്കേസിലെ 2 വൈദികരും കന്യാസ്ത്രീയും സസ്പെൻഡ് ചെയ്യുകയോ സഭയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് എന്താണ് വേണു ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇപ്പോൾ ഈ റോബിൻ കേസിലെ വൈദികനെ FIR ഇട്ടപ്പോളെ അറസ്റ്റ് ചെയ്ത ആ നിമിഷം തന്നെ സഭ പുറത്താക്കിയെന്ന് റിലീസ് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ അഭയക്കേസിൽ തന്നെ ഫാദർ തോമസ് കൊട്ടൂർ ഈ കേസിൽ ആരോപണ വിധേയനായ സമയത്തും അദ്ദേഹം വൈദികനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വികാരി ജനറലാണ്. വികാരി ജനറലായിട്ട് രൂപതയുടെ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചു. അങ്ങനെ പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുകയാണ്. അതുപോലെ 2ാം പ്രതിയായിട്ടുള്ള ഫാദർ ജോസ് പൂത്തർക്കയിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന ആ ഘട്ടത്തിൽ 9 വർഷം മുമ്പ് കാസർഗോഡ് ജില്ലയിലുള്ള രാജപുരം എന്ന് പറയുന്ന ഫൈസ്റ്റൻഡ് കോട്ടയം രൂപതയുടെ ഫൈസ്റ്റൻഡ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് നിൽക്കുമ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം വേണു ഒരു കാര്യം ശ്രദ്ധിച്ചു, അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ഏതൊരു വ്യക്തിയും സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾ ഈ പറയുന്ന പ്രിൻസിപ്പളും സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ
ജയിലിൽ റിമാൻഡിൽ പോയാൽ 48 മണിക്കൂർ ഉൾപ്പെടെ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് സസ്പെൻഷൻ ആവും. 49 ദിവസം കൃത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ വൈദികൻ റിമാൻഡിൽ കിടന്ന് സബ് ജയിലിൽ എറണാകുളം കിടന്നപ്പോൾ ഒരു ദിവസം പോലും സസ്പെൻഡ് ചെയ്തില്ല. അതിൻ്റെ എല്ലാം ആനുകൂല്യം കിട്ടി. അപ്പോൾ ഇവരെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സഭയ്ക്ക് വേണ്ടി എന്തോ കാര്യം ചെയ്തിട്ട് അവരെ സംരക്ഷിക്കുന്ന പോലെ ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ 10 ലക്ഷം രൂപ കൊടുത്തു. 10 ലക്ഷം രൂപ റോബിൻ ഈ പറയുന്ന 16 വയസ്സ് തികയാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് പ്രസവിച്ചതിൻ്റെ കുട്ടിയെ ഉത്തരവാദിത്വം സ്വന്തം അച്ഛൻ്റെ തലയിൽ കെട്ടിവെക്കുവാനാണ് വേണ്ടി 10 ലക്ഷം രൂപ ഓഫർ ചെയ്ത് കൊടുത്തു എന്നാണ് ഇപ്പം നിങ്ങൾ മാധ്യമങ്ങളിലെല്ലാം വന്നത്. ആ 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒതുക്കി തീർത്താണ് പുറത്തു വന്നത്. ഇപ്പോൾ അഭയ കേസിൽ എന്നെ ഇല്ലായ്മ ചെയ്യാൻ എൻ്റെ സ്വന്തം സഹോദരൻ ഉപയോഗിച്ച് 10 ലക്ഷം രൂപ